വെൽക്കം ബാക്ക് ടു സുബ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ വന്നതാണ് ഒരു പ്ലെയർ റിവ്യൂ ആണ്. ഓക്കെ, വേറെ ആരുമല്ല, നമ്മുടെ നോമിനേറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള പെഡ്രിയുടെയാണ്. ഓക്കെ, നമ്മുടെ പെഡ്രിയുടെ കാർഡാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. ആ പെഡ്രിനെ വെച്ചിട്ട് നമ്മളൊരു ഡിവിഷൻ മാച്ച് കളിച്ചതൊക്കെയാണ്. ഞാനിപ്പോൾ ഡിവിഷൻ 3 ആണ്. ഓക്കെ, ഈ പെഡ്രിയുടെ കാർഡ് വെച്ചാണ് നമ്മളിന്ന് ഡിവിഷൻ 3 കളിക്കാൻ പോണത്. ഈ കാർഡിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ, ഈ കാർഡ് ഞാൻ കളിപ്പിച്ച് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ക്വാഡിന് സ്യൂട്ടായ ബെസ്റ്റ് പ്ലെയർ എന്ന് ഞാൻ പറയും. ഓക്കെ, എൻ്റെ സ്ക്വാഡിന് ഞാൻ കളിപ്പിക്കുന്ന പ്ലേ സ്റ്റൈലും അനുസരിച്ച് എനിക്ക് പറ്റിയൊരു കാർഡാണ് ഈ പെഡ്രിയുടെ കാർഡ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് കാർഡാണ്. ബെസ്റ്റ് നോമിനേറ്റിംഗ് കാർഡ് കൊണാമി നമുക്ക് തന്ന ബെസ്റ്റ് നോമിനേറ്റിംഗ് കാർഡെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ആ പ്ലെയർ വെച്ച് നമ്മളിന്നൊരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പോകും, ഡിവിഷൻ 3. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 വീഡിയോ ഇട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ റോഡ് ടു ഡിവിഷൻ 1. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ വേണ്ടി കയറി കാണാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് മാച്ചിലോട്ട്. അപ്പോൾ മാച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു പുതിയതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് മാച്ചിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒപ്പണൻ്റ് ഒന്ന് പ്രൊസീഡ് കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പെഡ്രിനെ വെച്ചൊരു ഡിവിഷൻ മാച്ച് കളിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാവുന്നു, ജയിക്കുമോ തോക്കുമോ എന്നൊന്നും അറിയില്ല. കളിപ്പിച്ച് നോക്കാം. തോറ്റ് കഴിഞ്ഞാൽ ഡിവിഷൻ മാച്ച് ഒരു 40 മുന്നേ കുറയും. ഓക്കെ, ഞാനിപ്പോൾ റോഡ് ടു ഡിവിഷൻ 1 റാങ്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെയാണ് ഈ പെഡ്രിയുടെ റിവ്യൂ ഒക്കെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പെഡ്രി നല്ല ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് CMF പൊസിഷനിലാണ്. അപ്പോൾ CMF പൊസിഷനിലാണ് ഞാൻ പറയുള്ളൂ. AMFിനൊക്കെ നല്ല CMF ആണ്. ഓക്കെ, എൻ്റെ ഈ ഫോർമേഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം പെഡ്രിലോട്ട് എത്തിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ പെഡ്രിലോട്ട് മാത്രം ഫോക്കസ് ചെയ്താൽ നമ്മൾ ഈ കളി തോക്കും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഡിവിഷൻ 3 ഓക്കെ, തോറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം മൈനസ് അടിക്കുന്നുള്ളതുകൊണ്ടും ഞാൻ പെഡ്രിനെ വെച്ചൊരു മാച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എങ്ങനെ കളിക്കണോ, എങ്ങനെയാണ് പാസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല പ്ലെയറാണ് കേട്ടോ. അപ്പോൾ ആരും ഉപയോഗിക്കാത്തുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് കളിപ്പിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് മാച്ചിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പണിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ മാച്ച് ജയിക്കുകയാണെങ്കിൽ നമ്മളൊരു 1400 റേറ്റിങ്ങിലോട്ട് എത്തും ഡിവിഷൻ 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഷൻ 1 ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റാങ്ക് പുഷിൻ്റെ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് കയറി കണ്ടു നോക്കാം, എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ടച്ച് തന്നെ ഡ്രോഗ്ബ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കിക്കോ പെഡ്രി എങ്ങനെ കളിക്കണേന്നും. ഓക്കെ, അപ്പോൾ ഓക്കെ, മറഡോണ. ഓക്കെ, നക്കാട്ട 2. ഓക്കെ, കിട്ടില്ല. അത് അത്യാവശ്യം ടഫ് മാച്ചസ് ആയിരിക്കും. കാരണം ഒപ്പണ് അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. ഓക്കെ, സ്ക്വാഡും ഉണ്ട്, അതിനനുസരിച്ചുള്ള സ്ക്വാഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കിക്കോ നമ്മുടെ കയ്യിൽ നിന്ന് പന്ത് പോകുമ്പോൾ പെഡ്രി എങ്ങനെ ഇറങ്ങി വന്നെയാണ്. ഓക്കെ, നമ്മൾ അറ്റാക്ക് എടുക്കുമ്പോഴും പെഡ്രി എങ്ങനെയാണ് ബോളിലേക്ക് അപ്രോച്ച് ചെയ്യണമെന്നും പെനാൽറ്റി ബോക്സിലേക്ക് റൺ എടുക്കുന്നതൊക്കെ കറക്റ്റ് നോക്കിക്കോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ പന്ത്. ഓക്കെ, മറന്നോണ കേട്ടോ. ഓക്കെ, പെഡ്രി ഇറങ്ങണുണ്ടോ, ബാക്കോട്ട് ഇറങ്ങി വന്നുണ്ടോ. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പെട്ടെന്ന് നല്ലോണം ബാക്കിലോട്ട് വലിഞ്ഞടിക്കുന്നുണ്ട്. നമ്മൾ കയ്യിലോട്ട് കിട്ടുമ്പോൾ പെഡ്രി ആ സൈഡിൽ ഓടണമുണ്ട്. ഓക്കെ, അപ്പോൾ ഡേവിഡ് കാണ്ടേ. ഓക്കെ, അടിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, ഡബിൾ ടച്ച് കിട്ടുമൊക്കെ കാണ്ടേ. ഓക്കെ, ഞാൻ പെഡ്രിക്ക് കൊടുത്താണ് ത്രൂ. ഓക്കെ, പെഡ്രി ടു ഡ്രോഗ്ബ ടു പെഡ്രി. ഓക്കെ, വീണ്ടും പെഡ്രി ടു ഡ്രോഗ്ബ. ഓക്കെ, റൺ എടുക്കണുണ്ടോ, പാസ് പോയെങ്കിൽ അത്യാവശ്യം ചാൻസ് കിട്ടിയെങ്കിൽ ഓടിയാൽ. ഓക്കെ, അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് പെഡ്രി. അപ്പോൾ നിങ്ങൾ ഈ മാച്ചിലെ എല്ലാ അറ്റാക്കും എടുത്ത് നോക്കിയാൽ കാണാം ഒരു പെഡ്രി സാന്നിധ്യം. ഓക്കെ, എവിടെ നോക്കിയാലും പെഡ്രി ഉണ്ടാവും. അപ്പോൾ ഏത് അറ്റാക്ക് എടുത്ത് നോക്കിയാലും അവിടെ നമ്മൾ പെഡ്രി എന്നൊരു പേര് കാണാതെ പോകില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അവന്മാരെയാണ് പന്ത്. ഓക്കെ, അപ്പോൾ പെഡ്രി എങ്ങനെ ഇറങ്ങി വന്നേന്നും. ഓക്കെ, അപ്പോൾ നമ്മളെ കിട്ടിയ പെഡ്രി ഉണ്ടോ, എവിടെ തിരിഞ്ഞാലും പെഡ്രിയാണ്. ഓക്കെ, അവിടെ പെഡ്രി റണ്ണിട് കണ്ടോ. ഓക്കെ, ഈ പൊസിഷനിൽ CMF ഇട്ടാറാണ് ആ സൈഡ് കളിക്കണം. ഓക്കെ, ആ സൈഡിൽ ഇട്ടാണ്. ഓക്കെ, ഞാൻ വിങ്ങും കൂടി ഇല്ല, പക്ഷേ വിങ്ങിലോട്ടും നന്നായിട്ട് റൺ എടുക്കുന്നുണ്ട്. ഓക്കെ, പെഡ്രി. ഓക്കെ, അപ്പോൾ വിങ്ങിലോട്ടും നന്നായിട്ട് റണ്ണെടുത്ത് ക്രോസ് അടിക്കാൻ പറ്റും ഈ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പെഡ്രിലോട്ട് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണില്ല. അങ്ങനെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്തായാലും മാച്ച് തോക്കും. അപ്പോൾ ഞാൻ മാക്സ് ജയിക്കാൻ പറ്റും. കാരണം ഞാൻ ഇതുവരെയായിട്ട് പെനാൽറ്റി ബോക്സിലോട്ട് കടന്നിട്ടില്ല. ഓക്കെ, അത്യാവശ്യം ടൈറ്റ് ഓപ്പോണൻ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാച്ചിലോട്ട് ഫോക്കസ് ചെയ്യട്ടെ. ഓക്കെ, ആളി നല്ലോണം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. മാച്ചപ്പ് ഇട്ട് നമ്മൾ അത്യാവശ്യം നല്ലോണം പിടിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വന്ന് പോയി അടിച്ച
പിടിക്കടാ ഒക്കെ എടുത്തിട്ടുണ്ട്. പെട്രി ഓക്കെ. ആ റീബൗണ്ട് തന്നെ പന്തൊക്കെ ഓക്കെ. മാർഡോണൊക്കെ ചോക്കാം. ഓക്കെ കയറിയില്ല. ഓക്കെ ഒന്ന് മാർഡോണൊക്കെ ചോക്കാം. ചാമ്പട്ടയും കൊസ്ട്രാക്കട്ട ഓക്കെ. ചൗമിനി ഫോം ഔട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. ഓക്കെ പെട്രി ഓക്കെ. കട്ട എംബാപ്പെ എൻ്റെ മുന്നേ കട്ട് ചെയ്തു. ഓക്കെ അത് അടിച്ചെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഓക്കെ. വണ്ടി എൻ്റെ മോൻ ഇപ്പോൾ സെൽഫ് ഓൺ ഗോൾ കയറിയാനപ്പം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ഓക്കെ ത്രോയിങ് ഓപ്പോണൻ്റ് വിഷയം മാറ്റോട്ട് എന്നെ ഇതുവരെയായിട്ടും പെനാൽറ്റി ബോക്സിലായിട്ട് കടത്തിയിട്ടിട്ടില്ല. ഓക്കെ അപ്പോൾ എങ്ങനെ മാച്ച് എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല. ഓക്കെ സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ആയിട്ട് കാണും. ഓക്കെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെയപ്പോൾ ഞാനൊരു ഷോട്ട് പോലും എടുത്തിട്ടില്ല. ആളെ 2 ഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഷോട്ട് പോലും എടുത്തില്ല. ആളെ റോഡ്രിഗോനെ ഇറക്കേണ്ടത്. ഓക്കെ പെഡ്രി ഓക്കെ. ഞാൻ കണ്ടില്ല പെഡ്രി കയ്യിൽ നിന്ന് പന്ത് പോയി കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഇറങ്ങി വന്ന് കളിച്ചോളൂ. അതാണ് പെഡ്രി. ഓക്കെ ഒട്ടു മർഡോണ ടു നെക്കാട്ട ടു മർഡോണ വെച്ചാൽ ക്രോസ് ഇട്ട് നോക്കാം. അവിടെ ഡ്രോഗ് അടിക്കും. ഓക്കെ എൻ്റെ മോൻ പോസ്റ്റ് തട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ഇങ്ങനെ തന്നെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാച്ച് ജയിക്കും. കാരണം ഓപ്പൺ അത്യാവശ്യം നല്ലോണം പ്രോ പ്ലെയറാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾ പെഡ്രിയുടെ പന്ത് എടുത്താറാണ് നമ്മൾ പഠിക്കാൻ പറ്റിയത്. വീണ്ടും വിചാരിച്ചിട്ടുണ്ട് ഡ്രോഗ് അടിക്കൂ. എൻ്റെ മോനെ വിഷയം ഗോൾ. ഓക്കെ അതാണ് റോഗ്ബനെ ഇറക്കിയത്. ബൂസ്റ്റർ കാർഡൊന്നും അല്ല കളി, പക്ഷെ നല്ല കളിയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പിടിച്ച് കാണി എന്തായാലും നമ്മൾ മാച്ച് ജയിക്കുന്നതാണ്. ഓക്കെ ചൗമിനി ടു ഓക്കെ മർഡോണ എടുക്കുമോ. ഓക്കെ ഡ്രോഗ്ബ ഓക്കെ ഡ്രോഗ്ബ എടുത്തിട്ടുണ്ട്. നക്കാട്ട ടു മർഡോണ ടു ഡ്രോഗ്ബ ടു നക്കാട്ട കിട്ടിയില്ല. ഓക്കെ അപ്പോൾ നിങ്ങൾ പെഡ്രിനെ ശ്രദ്ധിച്ചോട്ടോ. നമ്മളെ കയ്യിൽ പന്ത് കിട്ടാത്തപ്പോഴൊക്കെ പെഡ്രി എങ്ങോട്ടാ മൂവ്മെൻറ്റ് എടുക്കണേന്ന്. ഓക്കെ വണ്ടി പിടിക്കുക. എൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ സെക്കൻഡ് ഹാഫ് നമ്മൾ അത്യാവശ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓപ്പോണൻറ്റ് ഇതുവരെയായിട്ട് പെനാൽറ്റി ബോക്സിലോട്ട് കടന്നിട്ടില്ല കറക്റ്റായിട്ട്. ഓക്കെ നമ്മൾ 2 ഗോൾ അടിക്കുകയും ചെയ്തു. നമ്മൾ പോയല്ലേ, നമ്മളൊരു FTP പ്ലെയർ 50 ഗോളൊക്കെയാണ് ഇമ്മാതിരി കളിക്കണം. ഓക്കെ ഞാൻ വലിയ പ്രോയൊന്നും പറയണില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് 2 ഗോൾ കയറിയത്. ഓക്കെ ചൗമിനി മർഡോണ ടു ഓക്കെ വീണ്ടും ഒഡു ടു മർഡോണ ടു ഡ്രോഗ്ബ. ഓക്കെ പെഡ്രിനെ കണ്ടോ. പെഡ്രി നൈസായിട്ട് റൺ എടുക്കുന്നുണ്ട് അങ്ങോട്ട്. CMF ആണെങ്കിലും ആളേനൊരു സെക്കൻഡ് സ്ട്രൈക്കർ കളിക്കണവരാണ് ഇപ്പോൾ കളിക്കണത്. കയ്യിൽ നിന്ന് പന്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാക്ക് വലിഞ്ഞ് ഡിഫൻസ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഇപ്പോൾ ഗോൾ കീപ്പറും കയറി ഒന്ന് മള്ളിയായവൻ. ഓക്കെ നമ്മൾ അത്യാവശ്യം പിടിക്കുന്നുണ്ട്. നമ്മൾ മാച്ചപ്പ് ഇട്ട് നമ്മൾ പിടിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ത്രോയാണ്. അപ്പോൾ എന്താ നമുക്കൊന്ന് സബ് ഇറക്കിയേക്കാം. കാരണം സെക്കൻഡ് ഹാഫിൽ ബാക്ക് മാറ്റില്ലെങ്കിൽ നല്ലോണം പൊട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് സാലിബേനെയും റൂബൻ ഡിയാസും ഫുൾ ഫോമാണ്. ഒന്ന് റൂബൻ ഡിയാസിനെ ഇറക്കിയേക്കാം. ഓക്കെ 2 ബാക്ക് പിന്നെ ആരെ മാറ്റാം. പിന്നെ ഗ്രീസ്മാനെ ഇറക്കണോ. ഓക്കെ ഗ്രീസ്മാനെ ഓക്കെ ഓപ്പോണൻ്റ് കിട്ടിയത് പോയി. അതായത് പേടിച്ച് പോയി. നമ്മുടെ മാരകമായ പെർഫോമൻസ് കണ്ട് ഓപ്പോണൻ്റ് വരെ കിട്ടിയത് പേടിച്ച് പോയാണ്. 2-0 2 പഠിച്ചപ്പോഴേക്കും ആളിന് മനസ്സിലായി ജയിക്കലാണ്, അതുകൊണ്ട് കിട്ടിയത് പോയി. ഇപ്പം എന്താ നമ്മൾ 1392 1400 അടിച്ചിട്ടില്ല. ഓക്കെ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളൊരു റോഡ് ടു ഡിവിഷൻ 1 എന്നൊരു പാർട്ട് 3 ഇറക്കുന്നതായിരിക്കും. അപ്പോഴേക്കും ഞാനൊരു ഡിവിഷൻ 2 എത്താൻ ശ്രമിക്കാം. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കറൻലി. ഇതുവരെ ലോസസ് ഇല്ല. 5 മാച്ച് ജയിച്ചു, 5 മാച്ച് ഡ്രോ. ഈ സ്ക്വാഡ് വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്രിനെ വെച്ച് ഈ മാച്ച് കളിപ്പിച്ച് ഇഷ്ടമായെന്ന് വിചാരിക്കണം. കാരണം ഞാൻ ഒരു പ്ലെയർ റിവ്യൂ ആയിട്ടല്ല, ഈ പ്ലെയറിനെ ഒരു എങ്ങനെയാണ് കളിക്കണമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഓക്കെ പ്ലെയർ റിവ്യൂ ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിവിഷൻ മാച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ മാച്ച് തോക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ കൊണ്ട് ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.